ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. എന്തൊക്കെയാണ് എല്ലാവരുടെ ശേഷം സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ വളരെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. അതാണ് ഒരു ഉറക്കപ്പിരാന്തിൽ ഇരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഇഗ്നോർ മൈ ബെഡ്. ഓക്കെ, മല്ലേ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ്, രാവിലെ നീച്ചത് മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള ഒരു കംപ്ലീറ്റ് ഡേ ഞാൻ കാണിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് പാടെ വേഗം ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ബെഡിൽ നിന്ന് നേരെ ഉറക്കം എഴുന്നേറ്റ് പാടെ എടുത്തതായിരുന്നു ആ വീഡിയോ. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് ഫേസ് വാഷ് ചെയ്തു. അങ്ങനെ ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് എനിക്ക് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യണം. അപ്പം ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോയി. അപ്പോൾ പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ മഴക്കാറുണ്ട് കേട്ടോ പുറത്ത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. മഴ ഇപ്പോൾ പെയ്യൂല എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ എന്തായാലും നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. മഴയൊന്നും നമുക്കൊരു തടസ്സമല്ല. അപ്പോൾ ഹെയർ ഞാൻ രണ്ട് ഭാഗത്തേക്കും ഇതെങ്ങനെ മോഡനി ഇട്ടേക്കാണ്. എനിക്ക് ആക്ച്വലി പോണിട്ടയിലൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നെറ്റ് കയറും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് സൈഡിലും മോഡനിട്ടാണ് ഇട്ടിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് പാടെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നും മോർണിംഗ് വാക്കിന് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ, ഈ ഒരു സിമ്പിൾ സ്കിൻ കെയർ സ്റ്റെപ്പ് ഞാൻ കറക്റ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം എൻ്റെ വാസ്ലിന് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമായിട്ടില്ല എന്ന് ഞാൻ മുൻപ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ് ആണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ടിൻറ്റോ പിഗ്മെന്റേഷൻ കുറക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഡ്രൈ ലിപ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ ഇത് ഇട്ടെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുശേഷം ഞാനൊരു ബോഡി ജെൽ എടുത്തിട്ടുണ്ട്. എന്തായാലും വിയർത്തിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി പെർഫ്യൂമിന് പകരമാണ് ഞാൻ ഈ ബോഡി ജെൽ എടുത്തത്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഇന്നൊന്നും വേർത്തിട്ടില്ല, തീരെ വേർത്തിട്ടില്ല കേട്ടോ. എനിക്കിനി മയക്കാറും ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചൂടും ക്ഷീണവും പറ്റാത്തതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് നിങ്ങൾ ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ലാസ്റ്റ് വരെ കാണുക. കാരണം ഞാൻ തന്നെ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്ന അല്ലാതെ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള വീഡിയോസ് ഇതിലുണ്ട്. പിന്നെ ഞാനിന്നൊരു സ്ലിപ്പേഴ്സാണ് ഇട്ടിട്ടുള്ളത്. മറിലെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷൂ ഇടാൻ ചെറിയൊരു മടി. പിന്നെ അതുപോലെ ഫസ്റ്റ് ദിവസം ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാഗും വാട്ടർ ബോട്ടിലും ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ആകെ പുല്ലൊക്കെ അലമ്പായി കിടക്കുന്നുണ്ടോ, ഒന്ന് മൈൻഡ് ചെയ്യേണ്ട. അമ്മ പുല്ല് പറിച്ചാണ്ട് അവിടെ ഇട്ടതായിരുന്നു. ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനിത് ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. 6 മണിയുള്ള 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ ചെറുതായിട്ട് മൈൻ്റെ തുള്ളികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ പർദ്ദട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്ക് രണ്ടാക്കും ഇന്നലത്തെ കെറ്റപ്പൊന്നുമില്ല. അല്ല, ചെറിയൊരു മഴയുണ്ട്. കംഫർട്ടാണ് മെയിൻ. ചെറിയൊരു തുള്ളി മഴ ഉണ്ട്. പക്ഷെ ആ സൈഡിക്ക് വെയിലുണ്ട്. നല്ല ക്ലൈമറ്റ്. പക്ഷെ അത് മഴക്കാലം കൂടെ ഉണ്ടാവും. നല്ല മാറ്റല്ല. മഴ കൂടുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് വേഗം നടക്കാം. എക്സ്പ്രഷൻ 100 ആക്കിയൂടെ? എന്നോട് കയ്യോ 10 ആക്കിയോക്കെ. എക്സ്പ്രഷനാണ്. ഭയങ്കര വെയിറ്റില്ലേ? വേണ്ട, നമുക്ക് അടുത്തത് നോക്കാം. ഇത്തത് തൊട്ടാതാവണുണ്ട്. വേണ്ട, ഞാൻ വിചാരിച്ചു ഇത്ര കൂടായിട്ടിരുന്നപ്പോഴേ ഞാൻ എന്താ വിചാരിച്ചത്. അപ്പൊ ഇത് പിടിച്ചോ, പിടിച്ചോ. ഇവിടെ വേന കിട്ടാ. കൈപ്പർക്ക് 2 വേനാവും. ഞങ്ങളിത് പോകുമ്പോ ഞങ്ങളിത് ചെയ്യും. ഇല്ല തന്നെ ഉള്ളു. ഇമ്മച്ചി അവിടെ ഇരുന്ന് കാണ്ട് കറങ്ങുന്ന ഒരു സാധനല്ലേ അതുണ്ട്. സൈക്കിൾ ഓട്ടന്മാര്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല.
ഇത് സുഖണ്ട്. ഇവിടെ ഇവിടുത്തെ ഇത് ഫാറ്റ് പോവാൻ നല്ല സുഖാണല്ലോ. വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇന്നെ കണ്ട കുട്ടികളിതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ മൂന്നാറിലാണ് ഗൈസ്. ഇത്രക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. അതന്നെ മേലക്ക് ഓള് ഇതിമേല് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതോള് നേടിയെടുത്തിട്ടുണ്ട്. കൈ വേണ്ടാവട്ടെ, അന്നലത്തെ മതിയാവില്ല. ഇവിടെ കുറച്ച് നിൽക്കാം. അത് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളത് ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഉണ്ടാവില്ലേ ജിമ്മിലുണ്ടാവും? എന്നാ പിന്നെ കൈ പോകുമ്പോ ഇങ്ങനെ ആക്കണ്ട, ആട്ടേണ്ട ആവശ്യമില്ല. ഇതാക്കാം. എന്റെ സന്തോഷത്തിന് ഓക്കെ കിട്ടി 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 ഓക്കെ കൂടെ. ഇത് നമ്മുടെ നടക്കാൻ പോകുന്ന റൂട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇതിവിടെ ഉണ്ട് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടോട്ട് ഇത് വന്ന് ട്രൈ ചെയ്യുന്നത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിത് ബെഡ് ഒന്നും റെഡി ആക്കാതെ ആയിരുന്നു നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന പാടെ തന്നെ ബെഡ് റെഡി ആക്കിയിട്ടുണ്ട്. നടക്കാൻ പോകുമ്പോൾ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ജേഴ്സി ഹിജാബ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക്. പിന്നെ അവിടെ ഒരു ഗ്രീൻ ഷോൾ കണ്ടപ്പോൾ അത് എടുത്തിട്ടു കേട്ടോ. പക്ഷെ അത് ആ മെറ്റീരിയൽ തീരെ സുഖമില്ലാണ്ട് തലയിൽ നിൽക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ജേഴ്സി ഹിജാബ് ഇട്ടിട്ടുണ്ട് ബ്ലാക്ക്. ഷോർട്സിലാണെങ്കിലും റീൽസിലാണെങ്കിലും ലോങ് വ്ലോഗിലാണെങ്കിലും നിങ്ങളൊക്കെ എപ്പോഴും കാണുന്നുണ്ടാവും ഈ ഒരു ബ്ലാക്ക് ജേഴ്സി ഹിജാബ്. അത് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോൾ ഉണ്ടാവും പറയില്ല. അത് നോട്ട് ഓൺലി ബ്ലാക്ക് എന്നുള്ളതല്ല, പക്ഷെ ആ ജേഴ്സി ഹിജാബ് ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി ജേഴ്സി ഹിജാബിനോട് അത്ര ഒരു വലിയ ഇഷ്ടമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ തലയിൽ നിൽക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ജേഴ്സി ഹിജാബ്. അപ്പം ഞാൻ രാവിലെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയും പൂളായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ഉമ്മയും കൂടി അവിടെ വേൾഡ് കപ്പിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആക്ച്വലി എനിക്കും കാക്കാക്കും അനിയൻക്കും മാത്രമേ നോമ്പില്ലാത്തുള്ളൂ, ബാക്കി ഇവിടെ എല്ലാവർക്കും നോമ്പുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ വന്ന പാടെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം വേർത്തതുകൊണ്ട്. പക്ഷെ ഇന്നങ്ങനെ വേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ എനിക്ക് പാകപ്പാട് ഇവിടെ ഉള്ളൊരു പണി എന്ന് പറഞ്ഞാൽ അടിച്ചുവാരി തുടക്കലാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വരാൻ വേണ്ടി നിന്നപ്പോഴാണ് സോഫൻ്റെ താഴെയിലൊക്കെ അത്യാവശ്യം പൊടിയുള്ളത് ശ്രദ്ധിച്ചത്. അതിൽ പിന്നെ ഞാനും ഉമ്മയും കൂടെ എന്ത് ചെയ്തു, അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന മാറ്റൊക്കെ പൊക്കിയിട്ട് മൊത്തത്തിൽ സോഫൻ്റെ അടിയൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത്. ഇതല്ലായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന മാറ്റ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു സോഫ്റ്റ് ഫറൊക്കെ വന്നിട്ടുള്ള മാറ്റാണ്. പക്ഷെ ഉദ്ദേശിച്ച് കിട്ടാനിപ്പോൾ തൽക്കാലം ഒന്ന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടതായിരുന്നു. അത് നമ്മൾ ഈ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ സോഫൻ്റെ അടിയിലെ മാറ്റും കൂടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വല്ല പൊടിയൊക്കെ പാറി നമ്മൾ കാണില്ലായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മൻ്റെ റൂമിലെ ഫാനൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫാനുമിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഒരു ബ്രഷ്, അതിൻ്റെ ആ ഒരു റെഡ് പോർഷൻ ഉണ്ടല്ലോ, അത് ഫാനിൻ്റെ ഓരോ ലീഫിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തത് കൊണ്ട് ഭയങ്കര സുഖത്തിൽ നമുക്ക് പൊടി തട്ടിയെടുക്കാൻ കഴിയും കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്നുകൂടി പറഞ്ഞു തന്നതാണ്. പിന്നെ ഒരു ബ്രഞ്ചിൻ്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും എനിക്കിങ്ങനെ എന്തൊക്കെയോ ഒരു വിശപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഓംലെറ്റ് അടിച്ചു, ഒരു ബ്രെഡ് ഉണ്ടാക്കി. ഞാൻ സ്ഥിരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസിൽ. എൻ്റെ ഒരു എവറി ടൈം എനിക്ക് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, രാവിലെ എന്തായാലും നടക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് കുറച്ച് മുട്ടൊക്കെ പുഴുങ്ങി കുറച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതല്ലേ. അപ്പോൾ ആ ഫ്രൈ പാനിൽ തന്നെ ഞാൻ ബ്രെഡ് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും വെജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ക്യാരറ്റ് കൂടാതെ ഞാൻ കക്കരിക്കും ക്യാബേജും ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. അത് രണ്ടും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്ത് ക്യാരറ്റ് വെച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുട്ട അതിൻ്റെ ഇടയിൽ വെച്ചെടുത്തിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ചുകൂടി ക്യാരറ്റ് ഇട്ടെടുത്തതിന് ശേഷം മറ്റേ ബ്രെഡ് കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്രഞ്ചിൻ്റെ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു വിശപ്പ് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഒരു ക്രേവിങ്സ് വരുന്ന ടൈമാണ് കേട്ടോ. അത് പിന്നെ ഇതുപോലെ ഉച്ചൻ്റെ ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷമൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലും സാൻഡ്വിച്ചും എടുത്ത് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അനിയന് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് സോഫൻ്റെ അവിടേക്കാണ്, ലിവിങ് റൂമിക്ക്. പക്ഷേ ആക്ച്വലി ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഈ പറയുന്നത് എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം ടീപ്പോയിൽ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം സോഫയിലാവുക എന്നുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. കാരണം നമ്മൾ ഇതിന് മുൻപത്തെ സോഫ തന്നെ അത്യാവശ്യം നല്ല ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചളി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു കളറാണല്ലോ അതൊക്കെ.
അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് വന്ന് എൻ്റെ ജേർണലിങ് സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം കിടന്നും ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് ജേർണലിങ് ഒക്കെ ചെയ്ത് അവിടെ കിടന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒന്ന് ലിയോൻ്റെ ലൂസിൻ്റെ അടുത്തേക്ക് പോയി നോക്കി എന്താണ് രണ്ടാളുടെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട്. അവരിതേ മുകളിലെ ടെറസിലാണല്ലോ നിൽക്കാറ്. അപ്പോൾ അവരുടെ ഫുഡൊക്കെ അല്ലേ പോയി ചെക്ക് ചെയ്ത് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തു. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടി മെഷീനിൽ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മെഷീനിൽ ഇട്ടു. പിന്നെ ചില ഡ്രസ്സ് അതിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം നിന്ന്. ലിയോക്ക് ഇപ്പോൾ ഭയങ്കര കുസൃതി കേട്ടോ. ആള് മാഷാഅല്ലാഹ് നല്ല അടിപൊളിയാണ്. ലൂസി ഇപ്പോൾ ഭയങ്കര സാധുവായിക്കണം കേട്ടോ. അപ്പോൾ ലൂസി അപ്പുറത്ത് എൻ്റെ പാൻറ്റുമെന്ന് 2 കയറ് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ലൂസിക്ക് അതാണ് പണി, മറ്റേ സൈഡിൽ ലിയോ ആണെങ്കിൽ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്നെ ഇക്കിളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പൊട്ടിത്തെറുപ്പ് കാണിച്ചടക്കലാണ് ഇപ്പോൾ രണ്ടാക്കും പണി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ ടൈം കൊണ്ടൊന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ ജേഴ്സി ഹിജാബ് അല്ലാതെ വേറെ ഏത് ക്ലോത്ത് ആണെങ്കിലും എൻ്റെ തലയിൽ നിൽക്കാൻ ഭയങ്കര പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു ജേഴ്സിൻ്റെ കംഫർട്ട് മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഷോൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഞാനിത് ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന തിരിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വാസ്ലിൻ്റെ ലിബാം തന്നെയാണ്. അപ്പോൾ ഇതിക്ക് എക്സ്റ്റെൻഡ് സ്ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുളിക്കുന്ന സമയത്തും ഞാൻ എന്തായാലും ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം പറഞ്ഞില്ല മഴക്കാലം ആയതുകൊണ്ട് സ്കിൻ അത്യാവശ്യം ഒരു ഡ്രൈ ആണ്. അപ്പോൾ കുറച്ചുകൂടി ധൈര്യത്തിൽ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഓയിലി ആവില്ല. അപ്പം എൻ്റെ ഷോളിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു വ്ളോഗ് എടുക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട മീഷോ ഹോൾ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. എൻ്റെ കയ്യിൽ വേറെ എത്രയോ ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടല്ലോ. എനിക്ക് സ്ഥിരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇടാറുള്ളൂ. വീഡിയോയിൽ നല്ല അല്ലാതെ ഞാൻ ഇടാറുള്ളൂ. അങ്ങനെ നമ്മൾ മീഷോ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ലൈക്ക് നമ്മൾ അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യണമായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ കുറേ ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഫ്രീ ആയിട്ട് ഒരു ദിവസം ഇരുന്നാൽ മതി. ആ ഒരാഴ്ചക്കുള്ള വീഡിയോസിന് ഫുള്ള് അങ്ങനെ ഇരിക്കൂല, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്. ഉമ്മ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബിരിയാണി പോയി കഴിച്ചിട്ട് വരാം. ബിഫോർ ദാറ്റ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്താട്ടെ. ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മലപ്പുറം പ്രീതിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ, ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത്. ഭയങ്കര ഒരു എസ്തെറ്റിക്, ഒരു ബീച്ച് വൈബൊക്കെ ഉള്ള നല്ല അടിപൊളിയാണ്. പക്ഷെ ഇതിന് സൈഡിൽ സ്റ്റോണൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ ഇത് ഇടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മുടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്കാണെങ്കിൽ എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ക്ലിപ്പ് വെച്ചിട്ട് കുത്തുന്നതാണ് ഇഷ്ടം. അങ്ങനെ എനിക്ക് അറിയുന്നത് ഇതിപ്പോഴത്തെ എന്തായാലും പൊട്ടുന്നു. അങ്ങനെ അതേ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് ഈ ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടാണ് കാണാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ തെറ്റാണ്, ഇങ്ങനെ ഭംഗിയുള്ള ക്ലിപ്പൊന്നും വീട്ടിൽ നിന്ന് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ക്ലിപ്പാണ് എൻ്റെ മുടിക്ക് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നത്. അങ്ങനെ അത് പൊട്ടി കുറച്ച് നേരം സങ്കടത്തിൽ അത് നോക്കി നിന്ന്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ 2:30-3 മണി ആയിട്ടുണ്ട്. വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. അപ്പം ഞാനിത് ബിരിയാണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മാരുണ്ടാക്കുന്ന ഫുഡായിരിക്കില്ല എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനും ആ കൂട്ടത്തിൽ വെട്ടത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ വേറെ എവിടെ പോയാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ അതിനിപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഉമ്മൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് അല്ലാതെ വേറെ എന്ത് ഫുഡ് കഴിച്ചാലും അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഉമ്മ ഉണ്ടാക്കിയ എല്ലാ സാധനത്തിനും എന്തോ ഒരു യുണീക്ക് ടേസ്റ്റ് ഉള്ള മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്കയും ദീദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കായം പൊരിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ക്യൂട്ട് മൊമെൻറ്റ് ക്യാമറയിൽ ക്യാപ്ചർ ആയ പോലെ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നത് നോക്കി എൻ്റെ അടുത്ത് ഈവനിങ് പഴം പൊരിച്ചാലോ ചായക്ക് കൂട്ടാനും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പം വന്നപ്പോൾ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പഴം വലിയ പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഉച്ചക്ക് ചോറ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ കൂടെ കഴിക്കണം. അത് ചിലർ പറയല്ലോ ഉച്ചക്കൊന്ന് ചോറ് കഴിച്ചാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും മധുരം കഴിക്കുന്ന ഒരു ശീലമാണ്. പക്ഷേ എനിക്ക് മധുരമാണെന്നില്ല, എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഴം എടുത്ത് റൂമിലേക്ക് വന്ന് പഴമൊക്കെ തിന്ന് പിന്നെ കിടന്നുറങ്ങി ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നീച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ലിയോനെ ലൂസിനൊക്കെ ഒന്ന് പുറത്തേക്ക് വിടാറുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമുള്ള എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ലിയോയും ലൂസി എവിടേക്കും പോകണ്ടെന്നുള്ളത് നോക്കിയിരിക്കലാണ്. ഓരെ നമ്മളൊന്ന് പുറത്തേക്ക് വിടും വൈകുന്നേരം, എന്നിട്ട് ഓരെ നോക്കി കുത്തിരിക്കുക. ഇവർക്ക് രണ്ടാക്കാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ നോക്കാതെ വിടാനും നമുക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പിരിക്കുന്നത്. പുറത്താണ് ഇറങ്ങിയാൽ അവരെന്തോ ഒരു കളിയാണെന്നറിയോ, നല്ല രസമാണ്. ഞാൻ എവിടെ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സും യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും ഒന്നും ഇല്ലല്ലോ. അവരുടെ ആകെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളവരുടെ കൂടെ കളിച്ചിരിക്കുന്നതും ടൈം സ്പെൻഡ് ആക്കുന്നതൊക്കെയാണ്. സോ അപ്പോൾ ഞാൻ കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ആക്കാറുണ്ട്. നല്ല രസമാണ്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് നടക്കുമ്പോൾ മറ്റേ ആൾ ഇങ്ങോട്ട് നടക്കും.
അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഴം അങ്ങനെ അധികം പഴുക്കാത്ത പഴമാണ്. അപ്പം എനിക്ക് പഴുക്കാത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചമർപ്പ് ചോയ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനിതിൽ നിന്ന് എന്ത് ചെയ്ത് കുറച്ച് പഴംപൊരി എടുത്തു. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം മാവ് കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ ഉമ്മ ഉണ്ടാക്കി വെച്ച പഴംപൊരി എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവർ, അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നവരാണോ? നമ്മളെ വീട്ടിൽ അങ്ങനെ ഡെയിലി പുറത്തുനിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വീണ്ടും ഇതേ സോഫൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സോഫയ്ക്ക് ആക്കിയിട്ടില്ല, നമ്മൾ ടീപ്പോയിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കാലൊക്കെ നീട്ടിയിരുന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു വൈകുന്നേരം ടൈമിൽ ഞാൻ പിന്നെ ലിയോനെ ലൂസിനൊക്കെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഈവനിങ് സ്കൈ കാണാൻ പ്രത്യേക ഭംഗിയാണല്ലോ. ഈവനിങ്ങിൽ ഭംഗി ഒരു വേറെ തന്നെ രസമാണ്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി. അപ്പോഴേക്കും ഞാൻ ആകെ അത്ഭുതപ്പെട്ടിട്ടോ, കാരണം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പക്ക പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി അത്ര എസ്തറ്റിക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എല്ലാതും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വാരിബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് വന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, അപ്പോൾ തോന്നിയൊരു പ്ലാൻ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഷോള് മാറ്റി ഒരു ജേഴ്സി ഹിജാബിന് ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ദിസ് ടൈം ബേജ് കളറാണ്. പിന്നെ എൻ്റെ എക്സ്റ്റെൻഡ് സ്ലീവ്സ് ഉണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ സ്വയം ഒന്ന് ഹൈഡ്രേറ്റ് ആക്കിയിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കിച്ചണ് മൊത്തം അലമ്പായി കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഏതൊക്കെയോ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ റൂം എങ്ങനെ അലമ്പായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കിച്ചൺ എനിക്ക് എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അലമ്പായാൽ ഞാൻ അപ്പം തന്നെ ഫുള്ള് തോത്തി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ ഒരു 95% ഞാൻ അങ്ങനെ തന്നെ കിച്ചൺ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുന്നതും ഇങ്ങനെ പൊടിയും കറി എന്തെങ്കിലും പോയാൽ അതിൻ്റെ തുള്ളിയൊക്കെ കിടക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് ടൈം ലാപ്സിൽ വീഡിയോ എടുത്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ കാണാൻ നല്ല രസമാണല്ലോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ സ്പൂണൊക്കെ വെക്കുന്ന ഈ ഒരു ഷെൽഫ് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് വീഡിയോ ഷോർട്സ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്ലാനിൽ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ സ്പൂൺ എടുക്കാൻ വേണ്ടി ഷെൽഫ് ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യുന്ന വിചാരിച്ചു. പിന്നെ കൂടെ തന്നെ സിങ്കിൽ നിറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഷെൽഫ് ഇതേ ഭയങ്കര കുട്ടപ്പനാക്കി കഴുകി തോത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇനി പാത്രം കഴുകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രം കഴുകുന്ന പണി. അപ്പം അതുകൊണ്ട് തന്നെ എത്ര വേണേലും ഞാനത് ചെയ്യൂട്ടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ പാത്രം കഴുകാനൊക്കെ ഒരു പണിയൊക്കെ തന്നാൽ ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ പോവും. അങ്ങനെ സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ മുഴുവൻ കഴുകി ക്ലീൻ ചെയ്ത് എനിക്കിന്ന് ഫ്രിഡ്ജ് കൂടി ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതേ ആക്ച്വലി ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ ഫ്രിഡ്ജ് നാളെ ചെയ്യാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു വെയ്യായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് മേലേക്ക് പോവാണ് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി സ്കിൻ കെയർ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യൂല. എന്നാലും ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതെന്തായാലും ഇന്ന് ഇൻഷാ അല്ലാഹ് സെറ്റാക്കി കൊണ്ടുവരണം. എനിക്ക് പുതിയ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം. പിന്നെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് ഞാൻ കർട്ടൻ താത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിൻഡോസൊക്കെ അടച്ചു, പിന്നെ അതുപോലെ കർട്ടൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് ആകെ കയ്യും കാലൊക്കെ വേദന ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബെഡ്ഷീറ്റ് ഒന്ന് കുറേ ചുളിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അത് റെഡിയാക്കി ലൈറ്റും ഫാനൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി എൻ്റെ ജേർണലിലെ സംഭവങ്ങളൊക്കെ ബെഡിൽ പരന്ന് കിടക്കായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജേർണലിങ് ചെയ്യാൻ വിചാരിച്ചു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളം കുടിച്ചു. അങ്ങോട്ട് നടന്ന വെള്ളം കുടിക്കുക, ഇങ്ങോട്ട് നടന്ന വെള്ളം കുടിക്കുക, അത് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞുള്ളൊരു പണി. എന്തായാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാനുള്ളൊരു ഐഡിയ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട്. പാട്ടടിക്കുക, പാട്ടൊന്നുകൂടി പാടിക്കുക. ഏത് മെഹബൂബ കളക്ഷൻസ് മെഹബൂബ കളക്ഷൻ എടുത്ത അസലിക്കുന്ന ബസ് പോയിട്ട് മക്കള് ബൈക്ക് പോയിട്ട് മക്കള് അത്രയും കറിയുള്ളൂ. അത്രയും കറിയുള്ളൂ. അങ്ങനെ ഓൻ ഇന്നെ ഉമ്മാൻ്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഓൻ്റെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഓനോട് കുറേ എൻ്റെ കൂടെ മേലെ കിടന്നു പറഞ്ഞിട്ടോ കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ ഓൻ്റെ കൂടെ താഴെ പോയി കിടന്നു. അപ്പം നല്ല രസമാണ് നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കിടന്നുറങ്ങുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് മുകളിൽ എൻ്റെ റൂമിലാണല്ലോ കിടക്കാറ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ച് കിടന്നപ്പോൾ അവനക്ക് ഭയങ്കര മിസ് ചെയ്യുന്നൊരു തോന്നുന്നു. അങ്ങനെയാണ് അവൻ എന്നെ നിർബന്ധിച്ച് വലിച്ചുണ്ടായത് കേട്ടോ അവൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ കളിച്ച് ചിരിച്ച് സംസാരിച്ച് ഓൻ ഒരു കുറച്ച് കഴിഞ്ഞാലാണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഓൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ തിരിച്ച് മുകൾക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കിടക്കാൻ. പിന്നെ കിടക്കണതിന് മുൻപ് വീണ്ടും നമ്മൾ ലിയോൻ്റെ ലൂസിൻ്റെ അടുത്ത് പോയി നോക്കും. അവർക്ക് ഫുഡില്ല, വെള്ളം എടുത്ത് വെച്ചിട്ടില്ല, അങ്ങനെ വേണ്ട സംഭവങ്ങളൊക്കെ ഇല്ലയെന്ന് നോക്കി നോക്കും. ഞാനാണെങ്കിൽ ഡോറിൻ്റെ അവിടെ എത്താൻ കാത്തിരിക്കുകയാണ് ലൂസിയും ലിയോയും കൂടി പുറത്ത് ഓടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഇവർ പഠിച്ചൊരു ശീലമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഡോർ തുറക്കുമ്പോഴത്തേ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒരു രണ്ടാൾ ഓടും.
ലിയോ ആണ് ഓടാൻ വേണ്ടി മുന്നിലുണ്ടാവല് കേട്ടോ. ലൂസി പിന്നെ പറഞ്ഞാൽ കേൾക്കും. ലിയോ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ കാണണം ഓടുന്നത്, നല്ല രസമാണ്. അപ്പം ഞാൻ ഡോറ് തുറക്കിച്ചിട്ട് ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് പോവുക, ഞാൻ വരുമ്പോൾ ഇങ്ങോട്ട് വരെ എൻ്റെ പിന്നാലെ നടക്കിയിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും പോയിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ വട്ടം ഞാൻ ഈ വ്ളോഗിൽ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അന്ന് രാവിലെ നീച്ചത് മുതൽ കിടക്കുന്ന വരെയുള്ള എല്ലാ സംഭവവും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇനി വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.